potential energy of system of charge. System of charge. അതില് case 1 potential energy when a single charge is involved. Single charge is involved. ഇനി പൊട്ടൻഷ്യൽ എനർജി എന്താണെന്നുള്ള കാര്യം മനസ്സിലായിക്കോണം. ഈ പൊട്ടൻഷ്യൽ എനർജിയും പൊട്ടൻഷ്യലും രണ്ടും സെയിം തന്നെയാണ്. എനർജിയും വർക്കും സെയിം ആണെന്ന് പറഞ്ഞ പോലെ എനർജിയും വർക്കും സെയിം ആണെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. കാരണം എന്താ, വർക്ക് എനർജി തിയറം പറയുന്നത് എന്താ, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി അല്ലെ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ എന്നാണ് പറയുന്നത്. അതായത് വർക്ക് ഡൺ എപ്പോഴും എനർജി ആയിട്ട് സ്റ്റോർ ആവും, എനർജി സ്റ്റോർ എപ്പോഴും വർക്ക് ഡണ്ണിന് തുല്യമായിരിക്കും. അപ്പൊ രണ്ടും ഇന്റർ റിലേറ്റഡ് ആണ്. വർക്ക് എന്ന് പറയുന്നത് എനർജിയാണ്, എനർജി എന്ന് പറയുന്നത് വർക്കാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന കാര്യം ഇത്രയും നേരം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ, വർക്ക് ഡൺ ഈ മൂവിങ് എ ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിന്റ് അല്ലെങ്കിൽ വൺ പോയിന്റ് ടു അനദർ ഇൻ ദ ഇലക്ട്രിക് ഫീൽഡ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ, അതും വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് എ ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് തന്നെയാണ്. പക്ഷെ അവിടെ ചെയ്യുന്ന വർക്ക് ഡൺ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് ആ പോയിന്റിൽ സ്റ്റോർ ആവുക ചെയ്യുന്നത്. രണ്ടും സെയിം തന്നെ. ഒന്ന് എനർജി ഫോമില്, ഒന്ന് എന്താണ് വർക്ക് ഫോമില്. വർക്കും എനർജിയും സെയിം തന്നെയാണ്. ഞാൻ പറഞ്ഞു, ചെയ്യുന്ന വർക്ക് ഡൺ എപ്പോഴും എനർജിക്ക് തുല്യമായിരിക്കും, എനർജി എപ്പോഴും വർക്ക് ഡണ്ണിന് തുല്യമായിരിക്കും. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഡെഫിനിഷൻ ചുമ്മാ ഒന്ന് എഴുതാം. ഡെഫിനിഷൻ ഒന്നും ചോദിക്കത്തില്ല, പക്ഷെ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി നിങ്ങൾ ഇത്ര എഴുതിയിട്ട് ഇത് എഴുതിയിട്ട് potential energy is the work done in moving അല്ലെ bringing എന്നാണോ ഞാൻ നേരത്തെ തന്നത്, in moving a charge from one point to another. ഓക്കെ, ഇത് കേസ് 1 ആണ്. കേസ് 1ന്റെ കാര്യമാണ് പറയുന്നത്. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചോണം. എ എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ്. ഈ പോയിന്റ് ഒരു റാൻഡം പോയിന്റ് ആണ്. ഈ ഒരു പോയിന്റ് വേറെ ആരുടെയും ഇലക്ട്രിക് ഫീൽഡിലല്ല ഇരിക്കുന്നത് എന്നുള്ള കാര്യം ചിന്തിക്കണം. എനിക്ക് ഒരു Q1 എന്ന് പറയുന്ന ഒരു ചാർജിനെ എനിക്ക് ഇവിടെ നിന്ന് ഇവിടോട്ട് കൊണ്ടുവെക്കണം. അങ്ങനെയെങ്കിൽ ഞാൻ ചെയ്യേണ്ട വർക്ക് ഡൺ എന്താണ് എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ കേസ്. അപ്പൊ ഇവിടെ എ എന്ന് പറയുന്ന പോയിന്റ് ആരുടെയും ഇലക്ട്രിക് ഫീൽഡിലല്ല നിൽക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ആ ആരുടെയും ഇലക്ട്രിക് ഫീൽഡിൽ അല്ലാത്ത ഒരു പോയിന്റിലേക്ക് ഞാൻ Q1 എന്ന് പറയുന്ന ഒരു ചാർജിനെ കൊണ്ടുവെക്കണമെങ്കിൽ ഞാൻ എന്തോരം വർക്ക് ഡൺ ചെയ്യണം? ഞാൻ ഒരു വർക്ക് ഡണ്ണും ചെയ്യണ്ട. കാരണം എന്താ, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താ, വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് എ ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ ഇൻ ദ ഇലക്ട്രിക് ഫീൽഡ്. ഇവിടെ എ എന്ന് പറയുന്ന പോയിന്റ് ആരുടെയും ഇലക്ട്രിക് ഫീൽഡിലല്ല ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ വർക്ക് ഡൺ ഒന്നും ചെയ്യേണ്ട. അതുകൊണ്ട് തന്നെ അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ 0 ആയിരിക്കും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം, work done in bringing Q1 charge to point A, which is not in the electric field of any other charge. Is എന്ന് കൊടുത്തിട്ട് നമുക്കറിയാം, ഓൾറെഡി നമ്മൾ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ V is equal to W by Q എന്ന് പഠിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ അവിടുന്ന് W is equal to നമുക്ക് V into Q എന്ന് എഴുതാം ആണല്ലോ. നമുക്കറിയാം ഹിയർ എന്താണ്, ഈ എ എന്ന് പറയുന്ന പോയിന്റ് ഇലക്ട്രിക് ഫീൽഡിൽ അല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ ഒരു പൊട്ടൻഷ്യലും ഇല്ല. അപ്പൊ V 0 ആണ്. അങ്ങനെയാണെങ്കിൽ W is equal to 0 into Q വരും. W എന്ന് പറയുന്നത് 0 ആണ്. W തന്നെയാണ് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ആവുന്നത്.
അപ്പോൾ ഡബ്ല്യു എന്തായിട്ട് നമുക്ക് എഴുതാം, യു ആണ് പൊട്ടൻഷ്യൽ എനർജി, therefore യു ഈസ് ഈക്വൽ ടു 0. യു എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജിയാണ്. ഇത്രയും എഴുതിക്കോളൂ, പെട്ടെന്നാട്ടെ. എഴുതി കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരു കേസ് എടുക്കുകയാണ്. അടുത്തൊരു കേസ് എന്ന് പറയുമ്പോൾ കേസ് 2 ആണ്. കേസ് 2 അടുത്തത് കേസ് 2 ആണ്. കേസ് 2 പൊട്ടൻഷ്യൽ എനർജി when two charges are involved, അതായത് എ എന്ന് പറയുന്ന പോയിന്റിൽ ഇപ്പോൾ ആരുണ്ട്, Q1 ഉണ്ട്. എനിക്ക് ഈ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് r ഡിസ്റ്റൻസ് ദൂരെ ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് എനിക്കൊരു Q2 ചാർജിനെ കൊണ്ടുവെക്കണമെങ്കിൽ ഞാൻ ചെയ്യേണ്ട വർക്ക് ഡൺ അഥവാ അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി എന്താണ് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണല്ലോ. നമുക്കറിയാം ഈ Q1 എന്ന് പറയുന്ന ചാർജിന്റെ അവിടുന്ന് r ഡിസ്റ്റൻസ് ദൂരെയുള്ള ബി എന്ന് പറയുന്ന പോയിന്റിൽ ഉറപ്പായിട്ടും ഈ Q1ന്റെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും Q2നെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ Q1 ആ Q2നെ തെള്ളുകയോ അട്രാക്ട് ചെയ്യുകയോ ചെയ്യും, അല്ലെ? തെള്ളുവെന്ന് കൂട്ടാം. അങ്ങനെയാണെങ്കിൽ ശരിക്കും ഈ Q2നെ ഇവിടെ വെക്കണമെന്നുണ്ടെങ്കിൽ Q1ന്റെ ഇലക്ട്രിക് ഫീൽഡിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരു വർക്ക് ഡൺ ചെയ്യണം. അതായത് ഈ ബി എന്ന് പറയുന്ന പോയിന്റിൽ ഒരു V1 പൊട്ടൻഷ്യൽ ഉണ്ടെന്നർത്ഥം. ഓക്കെ, അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, ബി ഈസ് ഇൻ ദ ഇലക്ട്രിക് ഫീൽഡ് ഓഫ് point B is in the electric field of charge Q1. Therefore so V1 be the potential. ഞാൻ അന്ന് നോട്ട് തന്നത് ഇതുപോലെ ആയിരിക്കത്തില്ല കേട്ടോ. ഇതേ അർത്ഥം വരുന്ന പോലെ തന്നെ വേറെ രീതിയിലായിരിക്കും തന്നതാവും, കുഴപ്പമൊന്നുമില്ല, മാറ്റാനൊന്നും പോണ്ട, ജസ്റ്റ് കേട്ടിരുന്നാൽ മതി. സെയിം അർത്ഥം ആ സംഭവം തന്നെയാണ് പറയുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, നമ്മൾ ഇംഗ്ലീഷ് നമ്മൾ എഴുതുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചിരി വ്യത്യാസപ്പെടുത്തി എഴുതത്തുള്ളൂ. സോ V1 ബി ദ പൊട്ടൻഷ്യൽ അറ്റ് എന്താണ്, ബി. അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ, therefore നമുക്കറിയാം വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു W ഈസ് ഈക്വൽ ടു അവിടെ ഒരു പൊട്ടൻഷ്യൽ, അവിടുത്തെ പൊട്ടൻഷ്യൽ V ഇൻറ്റു Q അല്ലേ. ബി എന്ന് പറയുന്ന പോയിന്റിലെ വർക്ക് ഡൺ ആണ് കണ്ടുപിടിക്കേണ്ടത്. ബി എന്ന് പറയുന്ന പോയിന്റിൽ കൊണ്ടുവെക്കാൻ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് V1 ഇൻറ്റു ഏത് ചാർജിനെയാണ് കൊണ്ടുവരേണ്ടത്, Q2. അപ്പൊ V1 ഇൻറ്റു Q2. ഓൾറെഡി നമുക്കറിയാം Q1 എന്ന് പറയുന്ന ചാർജിന്റെ അവിടെ നിന്ന് r ഡിസ്റ്റൻസ് ദൂരെയുള്ള ഒരു പോയിന്റിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ W ഈസ് ഈക്വൽ ടു 1/4πε0 Q1 ഡിവൈഡഡ് ബൈ R ആണ്, ഇൻറ്റു ഇവിടെ ഒരു Q2. അങ്ങനെയാണെങ്കിൽ W ഈസ് ഈക്വൽ ടു 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ എന്തെന്ന് വരും, R എന്ന് വരും. ഇതാ ഇനി ഈ ഞാൻ പറഞ്ഞു ഈ ചെയ്യുന്ന വർക്ക് ഡൺ തന്നെയാണ് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ആവുന്നത്. therefore U ആ W മാറ്റി U ആക്കിയാൽ മതി, 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ R.
ഇതാണ് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ. നിങ്ങൾ ഓരോ ഇക്വേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കുക. കൂളം ലോയുടെ കൂളം ഫോഴ്സിന്റെ ഇക്വേഷൻ F = 1/4πε0 Q1 Q2 / R². അടുത്ത പഠിപ്പിച്ചത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ ആണ്. അത് 1/4πε0 Q / R². അടുത്തത് ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ വിന്റെ ഇക്വേഷൻ ആണ് പഠിപ്പിച്ചത് 1/4πε0 Q / R. അടുത്തത് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ ആണ് പഠിപ്പിച്ചത് 1/4πε0 Q1 Q2 / R. റിലേറ്റ് ചെയ്ത് പഠിക്കുക, എല്ലാം ഇമ്പോർട്ടന്റ്. ഇത്ര എഴുതിയെടുത്തേ. അടുത്തതാണ് ഇതിന്റെ മെയിൻ ഡെറിവേഷൻ ആയിട്ട് ചോദിക്കുന്നത്. ഡെറിവേഷൻ അല്ലെങ്കിൽ 3 മാർക്കിന്റെ ഒരു ന്യൂമറിക്കൽ ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പം കേസ് 3 എന്ന് എഴുതിയിട്ട് പൊട്ടൻഷ്യൽ എനർജി when 3 charges are involved. ഞാൻ 3 പോയിന്റ് സ്പേസിൽ കൺസിഡർ ചെയ്യാണ്. 3 പോയിന്റ്. പോയിന്റ് എ, പോയിന്റ് ബി, പോയിന്റ് സി. 3 പോയിന്റ് കൺസിഡർ ചെയ്യണം. ഓക്കെ, ഈ 3 പോയിന്റും ഇക്വിലാറ്ററൽ ട്രയാങ്കിളിലെ 3 വെർട്ടെക്സ് ആണെന്ന് കരുതുക. അതായത് എയും സിയും, എയും ബിയും, ബിയും സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് സെയിം ആണെന്ന് നിങ്ങൾ വിചാരിച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ ചെയ്ത ആദ്യത്തെ ഓരോ കേസ് 1 ചെയ്ത, കേസ് 2 ചെയ്ത പരിപാടി ഓരോന്നായിട്ട് ഞാൻ ചെയ്യാൻ പോവാണ്. ഞാൻ ആദ്യം Q1 എന്ന് പറയുന്ന ചാർജിനെ റാൻഡം ആയിട്ട് സ്പേസിൽ നിന്ന് ഒരു പോയിന്റിൽ അല്ലെങ്കിൽ ഇൻഫിനിറ്റിയിൽ ഒരു പോയിന്റിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് കൊണ്ടുവെക്കാൻ പോവാണ്. ഓക്കെ, എനിക്ക് സിസ്റ്റം ഓഫ് ചാർജിന്റെ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജിയാണ് കണ്ടുപിടിക്കുന്നത്. അതായത് Q1 എന്ന് പറയുന്ന ചാർജും Q2 എന്ന് പറയുന്ന ചാർജും Q3 എന്ന് പറയുന്ന ചാർജും ഈ 3 പോയിന്റിൽ കൊണ്ടുവെക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജിയാണ് കണ്ടുപിടിക്കുന്നത്, ആ 3 ചാർജിന്റെയും കൂടെ. ഓക്കെ ആണല്ലോ. ആദ്യം ഞാൻ Q1 കൊണ്ടുവച്ചു. അപ്പൊ Q1 കൊണ്ടുവെക്കുമ്പോൾ ഞാൻ വർക്ക് ഡൺ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ, എ എന്ന് പറയുന്ന പോയിന്റിൽ ഇപ്പം, അല്ലെങ്കിൽ എ എന്ന് പറയുന്ന പോയിന്റിന്റെ അടുത്ത് വേറെ ചാർജുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എ എന്ന് പറയുന്ന പോയിന്റ് വേറെ ആരുടെയും ഇലക്ട്രിക് ഫീൽഡിലല്ല നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ Q1നെ അവിടെ കൊണ്ടുവെക്കാൻ ഞാൻ വർക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ പടം വരയ്ക്കുമ്പോൾ ഇങ്ങനെ ആരോ ഒക്കെ ഇട്ട് ഈ പരീക്ഷയ്ക്ക് വരയ്ക്കേണ്ട ആവശ്യമില്ല. പരീക്ഷയ്ക്ക് എന്ത് വരച്ചാൽ മതി, ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവെക്കുന്നു എന്നൊക്കെ വരയ്ക്കുന്നത്. പരീക്ഷയ്ക്ക് ജസ്റ്റ് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. ഇവിടെ ഒരു Q1, ഇവിടെ Q2, ഇവിടെ Q3, ഇവിടെ R12, ഇവിടെ R23, ഇവിടെ അങ്ങനെ എഴുതിയാൽ മാത്രം മതി. പരീക്ഷയ്ക്ക് ഇങ്ങനെ വരയ്ക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇവിടെ നിന്ന് ഇങ്ങനെ ആരോ ഒക്കെ കൊടുത്ത് ഈ ഡയറക്ഷനിൽ കൊണ്ടുവന്നു എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പം Q1 കൊണ്ടുവെക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. എന്താണ് വർക്ക് ഡൺ
work done in bringing Q1 charge to the point A, which is not in the electric field, not in the electric field, EF എന്നാണ് എഴുതുന്നത്, electric field of any other charge. So potential there will be 0. Potential there will be എന്താ, will be 0. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട വർക്ക് ഡൺ, ആദ്യത്തെ ചാർജിന് മൂന്നും ഒരുമിച്ചാ ചെയ്യേണ്ടത് കൊണ്ട് W1 W2 W3 എന്ന് കൊടുക്കുകയാണ്. W1 ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം, അവിടെ അവിടുത്തെ പൊട്ടൻഷ്യൽ എന്താ, ഒന്നുമില്ല, V ആണ്, ഇൻറ്റു Q1 ഒന്നും അല്ല, V1 എന്ന് കൊടുക്കല്, കാരണം അവിടെ പൊട്ടൻഷ്യൽ ഒന്നും ഇല്ല, V എന്നേ കൊടുക്കുക, V ഇൻറ്റു Q1 ആണ്. അപ്പൊ V 0 ആയതുകൊണ്ട് തന്നെ therefore W1 ഈസ് ഈക്വൽ ടു 0 ഇൻറ്റു Q1. അപ്പൊ W1 ഈസ് ഈക്വൽ ടു എന്താ, 0. അപ്പൊ അതവിടെ നിൽക്കട്ടെ. രണ്ടാമത് ഇൻഫിനിറ്റിയിൽ നിന്നും ഒരു Q2 ചാർജിനെ C എന്ന് പറയുന്ന പോയിന്റിൽ കൊണ്ടുവെക്കാം. ഇപ്പൊ Q1 എന്ന് പറയുന്ന ചാർജ് എയിൽ ഇരിക്കുവാണ്. ഇനി രണ്ടാമതൊരു ചാർജിനെ Q2 എന്ന് പറയുന്ന ചാർജിനെ സിയിൽ കൊണ്ടുവെക്കാൻ പോവാം. ഇപ്പോൾ ഈ Q1ൽ നിന്ന് ഒരു R അകലത്തിലാണ് ഈ C എന്ന് പറയുന്ന പോയിന്റിൽ ഇരിക്കുന്നത്. അപ്പൊ ഉറപ്പായിട്ടും ഈ സിയില് Q1 ഒരു പൊട്ടൻഷ്യൽ കൊടുക്കുന്നുണ്ടാവും. അപ്പൊ സിയിലുള്ള പൊട്ടൻഷ്യൽ V1 ആണ്, ശരിയല്ലേ? ഇവിടെ V1 പൊട്ടൻഷ്യൽ ഉണ്ട്. ആ V1 പൊട്ടൻഷ്യലില് ചെയ്താൽ മാത്രമല്ലേ, V1 പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഈ Q1ന്റെ ഇലക്ട്രിക് ഫീൽഡിനെ ഒപ്പോസ് ചെയ്ത് വർക്ക് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, Q2നെ ഇവിടെ കൊണ്ടുവെക്കാൻ പറ്റത്തുള്ളൂ. അപ്പം V1 വർക്ക് ചെയ്യണം. കാരണം എന്താ, Q1ന്റെ ഇലക്ട്രിക് ഫീൽഡ് അവിടെ ഉണ്ട്. അപ്പൊ ആ Q1ന്റെ ഇലക്ട്രിക് ഫീൽഡിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി അത്രയും വർക്ക് ഡൺ ചെയ്യണം. ആ വർക്ക് ഡൺ ആണ് പൊട്ടൻഷ്യൽ V1. അത്രയും വർക്ക് ഡൺ ചെയ്യണം, അല്ലേ? അപ്പൊ അതിനു വേണ്ടി അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, വർക്ക് ഡൺ, രണ്ടാമത്തെ കേസിൽ വർക്ക് ഡൺ in bringing Q2 charge to point C, which is in the electric field of Q1. So V1 be the potential there. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ, W2 കണ്ടുപിടിക്കണം. W2 എന്താ, W2 ഈസ് ഈക്വൽ ടു അവിടെ ഉള്ള പൊട്ടൻഷ്യൽ, ആ പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ V1 ആണ്, ഇൻറ്റു കൊണ്ടുവരേണ്ട ചാർജ് Q2 ആണ്. ഓക്കെ, V1ന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. W2 ഈസ് ഈക്വൽ ടു V1ന്റെ വാല്യൂ 1/4πε0, ചാർജ് Q1 ആയതുകൊണ്ട് Q1 ഡിവൈഡഡ് ബൈ R ഇൻറ്റു എന്താ, Q2. ഒരിക്കലും ഇവിടെ ശരിക്കും ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ ഈ മൂന്ന് ഡിസ്റ്റൻസും R എന്ന് എടുക്കാം. അപ്പൊ താഴെ R എന്ന് എഴുതിയാൽ മതി. പക്ഷെ ഇവിടെ ആ പൊസിഷൻ വെക്ടർ പോലെ എഴുതണം R12. അതെങ്ങനെ മനസ്സിലാക്കി, ഇപ്പൊ ഇവിടെ Q2 കൊണ്ട് വെച്ചിരിക്കുക. അപ്പം Q1ന്റെയും Q2ന്റെയും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് R12 എന്ന് ഓർത്താണ്. ഓക്കെ, അപ്പൊ ഈ ഡിസ്റ്റൻസ് ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നതെന്നുള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ W2 എന്ന് പറയുമ്പോൾ 1/4πε0 Q1 Q2 ഡിവൈഡ് ബൈ എന്താ, R12 എന്ന് എഴുതാം. ഈ W2 അവിടെ കിട്ടി, അപ്പൊ W2 കിട്ടി. ഓക്കെ, W2 എന്താ എടുത്തെഴുതാം, എന്താ 1/4πε0 Q1 Q2 ഡിവൈഡ് ബൈ എന്താ, R12. ഇപ്പോ ആ C എന്ന് പറയുന്ന പോയിന്റിൽ Q2 കൊണ്ടുവച്ചു. ഇനിയും ഇൻഫിനിറ്റിയിൽ നിന്നും ഒരു Q3 ചാർജിനെ എനിക്ക് B എന്ന് പറയുന്ന പോയിന്റിലേക്ക് കൊണ്ടുവെക്കണം. അത് Q1ൽ നിന്നും ഒരു സെയിം ഡിസ്റ്റൻസ് ദൂരെയാണ്, Q2ൽ നിന്നും സെയിം ഡിസ്റ്റൻസ് ദൂരെയാണ്. ഓക്കെ, അപ്പൊ എനിക്ക് ഈ പോയിന്റിൽ കൊണ്ടുവെക്കണം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഇപ്പൊ ബിയില് Q1ഉം ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്നുണ്ട്, Q2 ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്നുണ്ട്. അപ്പൊ Q3നെ ഇവിടെ കൊണ്ട് വെക്കണമെന്നുണ്ടെങ്കിൽ ഈ Q1നെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി നമുക്ക് V1 വർക്ക് ചെയ്യണം. കാരണം V1 ആണല്ലോ പൊട്ടൻഷ്യൽ. അത്രയും വർക്ക് ചെയ്താൽ മാത്രമേ ഈ V1 പ്ലസ് V2 അത്രയും വർക്ക് ഡൺ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് ഈ Q3 ചാർജിനെ ഇവിടെ കൊണ്ടുവെക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ V1 പ്ലസ് V2 ആണ്, ശരിയല്ലേ? ഈ Q1ന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെയും Q2 ഇലക്ട്രിക് ഫീൽഡിനെ ഒപ്പോസ് ചെയ്യുന്ന വർക്ക് ഡൺ ഇവിടെ ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടുത്തെ പൊട്ടൻഷ്യൽ V1 പ്ലസ് V2 പൊട്ടൻഷ്യൽ ചെയ്യണം. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് മൂന്നാമത്തെ കേസിൽ ഇങ്ങനെ എടുക്കാം, വർക്ക് ഡൺ in bringing Q3 charge to point B, which is
in the electric field of which is in the electric field of which is in the electric field of both q1 and q2. Potential there will be എന്തെന്ന് എഴുതാം, potential there will be v1 plus v2. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ചാർജ് കൊണ്ടുവരാൻ ചെയ്യേണ്ട വർക്ക് ഡൺ W3 ആണ്. അവിടെ ഉള്ള പൊട്ടൻഷ്യൽ നമുക്കറിയാം W = V × Q ആണ്. ആ പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ V1 + V2 ആണ് ഇൻറ്റു കൊണ്ടുവരേണ്ട ചാർജ് Q3 ആണ്. അപ്പം V1ന്റെ ഇതാദ്യം കൊടുക്കുക, എന്താ 1/4πε0 Q1 / R പ്ലസ് V2ന്റെ 1/4πε0 Q2 / R. R1 to R2 എന്നത് പിന്നെ കൊടുക്കാം ഇൻറ്റു എന്താണ് Q3. ഈ Q3നെ അകത്ത് കയറ്റി എഴുതാം. അത് ഞാൻ ഇവിടെ തന്നെ എഴുതുകയാണ്. W3 = 1/4πε0 Q1 Q3 ഇനിയും R13 എന്ന് എഴുതാം പ്ലസ് 1/4πε0 Q2 Q3 എന്താ R23 എന്ന് എഴുതാം. അപ്പൊ W1 കിട്ടി, W2 കിട്ടി, W3 കിട്ടി. ശരിക്കും ഈ സിസ്റ്റത്തിന്റെ ടോട്ടൽ വർക്ക് ഡൺ ആണ് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ആകുന്നത്. അതായത് പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, W1 + W2 + W3 ചെയ്ത് കഴിഞ്ഞാൽ ഈ സിസ്റ്റത്തിന്റെ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി. അതാണ് ഫൈനൽ ഇക്വേഷൻ. അപ്പം ഫൈനൽ ഇക്വേഷനും കൂടെ ഞാനൊന്ന് എടുത്ത് എഴുതുകയാണ്. ഒരു സെക്കൻഡ് ഇതൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഓക്കെ. അപ്പം നമുക്ക് W3 കിട്ടി. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വർക്ക് ഡൺ ഈസ് stored as potential energy. Therefore total potential energy U is equal to W1 plus W2 plus W3. അത് കൊടുക്കുക ഫൈനൽ ഇക്വേഷൻ. U is equal to നമുക്കറിയാം W1 0 ആണ്, ഇത് 1/4πε0 W2 അല്ലേ Q1 Q2 / R12 plus 1/W3 എന്ന് പറയുമ്പോൾ 1/4πε0 Q1 Q3 / R13 plus 1/4πε0 Q2 Q3 എന്താ R23 ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് U is equal to ഫൈനൽ ഇക്വേഷൻ ആയിട്ട് എഴുതാം. 0 മാറ്റിയിട്ട് 1/4πε0 കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി Q1 Q2 / R12 plus Q1 Q3 / R13 plus Q2 Q3 / R23. ഇതായിരിക്കും നമ്മുടെ ഫൈനൽ. എല്ലാം ചെറുതാക്കി തരാം, നിങ്ങൾക്ക് എഴുതാനുള്ള എഴുതാം. അത് കഴിഞ്ഞിട്ട് അടുത്ത ടോപ്പിക്കിലേക്ക് പോകും. കേസ് 3 അല്ലേ എഴുതേണ്ടത്. കേസ് 3 എന്ന് പറയുമ്പോൾ തന്നെ ഇവിടം തൊട്ടാണ് ഓരോന്നോരോന്ന് കാണിക്കും. ശരിക്കും ഈ പടം ഞാൻ പറഞ്ഞല്ലോ, ഈ ഇങ്ങനെ വളവും തിരിവും ഒന്നും വരയ്ക്കേണ്ട, ജസ്റ്റ് ഇങ്ങനെ നിങ്ങൾക്ക് ഇത് മനസ്സിലായി ഇപ്പൊ വരച്ചോണം. പരീക്ഷയുടെ കാര്യം പറയുന്നത്, പരീക്ഷയ്ക്ക് എന്ത് ചെയ്യുക, പരീക്ഷയ്ക്ക് ഇങ്ങനെ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കുക. ഇവിടെ Q1 കൊണ്ടുവെക്കുക, ഇവിടെ Q2 കൊണ്ടുവെക്കുക, ഇവിടെ Q3 കൊണ്ടുവെക്കുക. ഡിസ്റ്റൻസ് കൊടുക്കുക, ഇത് R23, ഇത് R12, ഇത് R13 എന്ന് കൊടുക്കുക. ഓക്കെ. എന്നിട്ട് വേണമെങ്കിൽ ഇവിടുത്തെ പൊട്ടൻഷ്യൽ V1 ആണെന്ന് മാർക്ക് ചെയ്യുക, ഇവിടുത്തെ പൊട്ടൻഷ്യൽ V1 + V2 ആണെന്ന് മാർക്ക് ചെയ്യുക, ഇവിടുത്തെ V എന്ന് പറയുന്നത് 0 എന്ന് മാർക്ക് ചെയ്യുക.
ആദ്യത്തെ ഇനിഷ്യൽ കേസിലെ കാര്യമാണ് പറയുന്നത്. അപ്പം ഇത് ഓരോന്നോരോന്ന് എഴുതിക്കുക പെട്ടെന്നായിട്ട്. ഇത്ര ഞാൻ എഴുതി. ഇനി ഒരു ടോപ്പിക് കൂടെ ഉണ്ട്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അടുത്ത സ്ലൈഡ് കാണിക്കാം, നോക്കിക്കോളൂ. ഇവിടെ എഴുതിയെടുത്തു. ഒരു ടോപ്പിക് കൂടി ഇന്ന് എടുക്കാം. പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ഡൈപോൾ